എല്ലാവർക്കും നമസ്കാരം. വളരെ രുചികരമായ മുട്ട റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് 6 മുട്ട ഞാനിവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ചുവന്ന ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചുവന്ന ഉള്ളി ഇല്ലയെന്നാണെങ്കിൽ സവാള എടുക്കുക. ഒരു 3 സവാള അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 4 സവാള എടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തക്കാളി 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മുട്ട വേവിച്ച് എടുത്തിട്ടുള്ളത് പ്രഷർ കുക്കറിലല്ല, സാധാരണ പാത്രത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിൽ ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മുട്ട പൊട്ടാതെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് നല്ലത്, നമ്മുടെ മുട്ട റോസ്റ്റ് ടേസ്റ്റിന് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകും ഇത്തിരി ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ അത് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ കളറ് മാറി വന്നതിന് ശേഷം നമ്മുടെ ചുവന്ന ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ രണ്ടും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ മുട്ടയിലേക്ക് 2 സൈഡിലും കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കറി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് കറി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മുട്ടയിലേക്ക് മസാല ഒന്ന് പിടിക്കുന്നതിനായിട്ട് ഏകദേശം 1 മിനിറ്റ് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചോറ്, അപ്പം, ദോശ, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് മുട്ട റോസ്റ്റ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക്